ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശരഥ മഹാരാജാവ് രാമനും മറ്റു രണ്ടുപേർക്കും ലക്ഷ്മണനും സീതയ്ക്കും വനവാസത്തിനായി പോകുവാൻ അനുവാദം നൽകിയാണ് ഈ 177 ഭാഗത്ത്. ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിരഹദുഃഖം എങ്ങനെയിരിക്കും? സ്ഥിതപ്രജ്ഞൻ ആരാണ്? പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ വിശുദ്ധി അത് എത്രമാത്രം? വളരെ വിജ്ഞാനപ്രദമായ ഒരു ഭാഗമാണ് ഇത്. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 34, അതിൽ 31 മുതൽ 61 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകങ്ങളും അതിനുശേഷം വ്യാഖ്യാനവും. ശ്രേയസേ വൃദ്ധയേ താദ പുനരാഗമനായ ച ഗച്ഛാ സ്വാദിഷ്ടമവ്യഗ്രഹ പന്ഥാനമകുലോ ഭയം നഹി സത്യാത്മാനസ്താദ ധർമാഭിമനസ്തവ വിനിവർത്തയിതും ബുദ്ധി ശക്യതേ രഘുനന്ദന. അദ്യത്തിദാനീം രജനീം പുത്രമാഗച്ഛ സർവദാ ഏകാഹ ദർശനേനാപി സാധുതാവചരാമ്യഹം. മാതരം മാം ച സംപശ്യൻ വസേ മാമദ്യ ശർവരീം തർപ്പിതഃ സർവകാമൈസ്ത്വം സ്വകാലേ സാധയിഷ്യസി. ദുഷ്കരം ക്രിയത്തെ പുത്ര സർവധാ രാഘവ ത്വയാ മത്പ്രിയാർത്തം പ്രിയാം ത്യക്ത്വാ യദ്യാസി വിജനം വനം. ന ചൈതന്മേ പ്രിയം പുത്ര ശബേ സത്യേന രാഘവ ഝന്നയാ ചലിതസ്ത്വസ്മി സ്ത്രിയാ ഛന്നാഗ്നികൽപയാ. വഞ്ചനായാ തു ലബ്ധാമി താം ത്വം നിസ്തർത്തുമിച്ഛസി അനയാ വൃത്തസാദിന്യാ കൈകേയാഭിപ്രചോദിതഃ. ന ചൈതദാശ്ചര്യതമം യസ്ത്വം ജ്യേഷ്ഠസുതോ മമ അവാനൃതകഥം പുത്ര പിതരം കർത്തുമിച്ഛസി. അധ രാമസ്തഥാ ശ്രുത്വാ പിതുരാർത്ഥസ്യ ഭാഷിതം ലക്ഷ്മണേന സഹ ഭ്രാത്രാ ദീനോ വചനമബ്രവീത്. പ്രാപ്സ്യാമി യാനദ്യ ഗുണാൻ കോ മേ സ്വസ്താൻ പ്രദാസ്യതി അപക്രമണമേവാത സർവകാമൈരഹം വൃണേ. ഇയം സ രാഷ്ട്രാ സജനാ ധനധാന്യസമാകുലാ മയാ വിസൃഷ്ടാ വസുധാ ഭരതായ പ്രദീയതാം. വനവാസകൃതാ ബുദ്ധിഃ ന ച മേദ്യ ചലിഷ്യതി. യസ്തുഷ്ടേന വരോ ദത്ത കൈകേയ്यै വരദത്വയാ ദീയതാം നിഖിലേനൈവ സത്യസ്ത്വം ഭവ പാർത്ഥിവ. അഹം നിർദ്ദേശം ഭവതു യഥോക്തമനുപാലയൻ ചതുർദശ സമാവത്സേ വനേ വനചരൈ സഹ. മാ വിമർശോ വസുമതി ഭരതായ പ്രദീയതാം നഹി മേ കാംക്ഷിതം രാജ്യം സുഖമാത്മനി വാ പ്രിയം. യഥാ നിദേശം കർത്തും വൈ തവൈവ രഘുനന്ദന അപഗച്ഛതു തേ ദുഃഖം മാ ഭൂർഭാഷ്വ പരിപ്ലുതഃ നഹി ശുഭ്യതി ദുർധർഷഃ സമുദ്രഃ സരിദംപതിഃ. നൈവാഹം രാജ്യമിച്ഛാമി ന സുഖം ന ച മൈഥിലീം നൈവ സർവാണി മാൻ കാമാൻ ന സ്വർഗം നൈവ ജീവിതം. ത്വാമഹം സത്യമിച്ഛാമി നാനൃതം പുരുഷർഷഭ പ്രത്യക്ഷം തവ സത്യേന
सुहृदेन च ते शपे न च शक्यं मया ताद स्थातुं क्षणमपि प्रभो न शोकं धारयस्वैनं न हि मेऽस्ति विपर्ययः अर्तिदो ह्यस्मि कैकेय्य वनं गच्छेदि राघव मया चोक्तं व्रजामीति तत्सत्यमनुपालये मा चोत्कण्ठां कृधा देव वने रंस्यामहे वयं प्रशान्तहरिणाकीर्णे नानाशगुणनादिदे पिता हि दैवतं ताद देवदानामभिस्मृतं तस्माद्दैवतमित्येव करिष्यामि पितुर्वचः चतुर्दशसु वर्षेषु गदेषु नरसत्तमा पुनर्द्रक्ष्यसि मां प्राप्तं संतापोऽयं विमुच्यताम् येन संस्तम्भनीयोऽयं सर्वो बाष्पगलो जनः स त्वं पुरुषशार्दूल किमर्थं विक्रियां गतः मया विसृष्टां भरदो महीमिमां सशैलषण्डां सपुरां सकाननां शिवां सुसीमामनुशास्तु केवलं त्वया यदुक्तं नृपदे तथास्तु तत् पुरं च राष्ट्रं च मही च केवला मया विसृष्टा भरदाय दीयताम् अहं निदेशं भवदोऽनुपालयन् वनं गमिष्यामि चिराय सेवितुं न मे तथा पार्थिवधीयते मनो महल्सु कामेषु चात्मनप्रिये यथा निदेशे तव शिष्टसम्मदे व्यपैदु दुःखं तव मत्कृते नख तदद्य नैवानख राज्यमव्ययं न सर्वकामाना सुखं न मैथिली न जीवितं त्वामनृतेन योजयन् वृणीय सत्यं व्रतमस्तु ते तथा फलानि मूलानि च भक्षयन् वने गिरिश्च पश्यन् सरिदसरांसि च वनं प्रविश्यैव विचित्रपादपं सुखी भविष्यामि तवास्तु निर्वृतिः एवं स राजा व्यसनाविपन्नः शोकेन दुःखेन च पीड्यमान आलिङ्ग्य पुत्रं सुविनष्टसंज्ञो मोहं गदो नैव चिचेष्ट किञ्चित् देव्यस्तदसंरुरुदुः समेता तां वर्जयित्वा नरदेवपत्नीं रुदन् सुमन्द्रो विजगाम मूर्धां हा हा कृतं तत्र बभूव सर्वं താതാ, ഹേ പുത്ര, പൃഥയേ, ഈ ജീവിതത്തിൽ എല്ലാവരുടെയും നന്മയ്ക്കായും ശ്രേയസേ, പരലോകത്തിൽ അതായത് അടുത്ത ജന്മത്ത് ശ്രേയസ്സിനായിക്കൊണ്ടും പുനഃ ആഗമനായ ച, വീണ്ടും തിരിച്ച് വരുന്നതിലേക്കായി അവ്യഗ്രഹ അരിഷ്ടം ബന്ധാനം അകുതഃ ഭയം ഗച്ഛസ്വ. അവ്യഗ്രഹ ഏകാഗ്ര ചിത്തനായി, അരിഷ്ടം ബന്ധാനം സന്മാർഗത്തിൽ കൂടി നല്ല വഴിയിൽ കൂടി, ആകുതഃ ഭയം ഭയമില്ലാതെ നിർഭയനായി, ഗച്ഛസ്വ പോയി വരിക. ദൈവിക സമ്പത്തിൻ്റെ ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അഭയം സത്വസംശുദ്ധി, ഭയമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടുകൂടി ആ നിർഭയനായി നീ പോയി തിരിച്ചു വരിക. അതാ അങ്ങനെ ദശരഥ മഹാരാജാവ് രാമന് വനവാസത്തിനായി അനുവാദം നൽകിയിരിക്കുന്നു. എന്നെ നിരാകരിച്ച് രാജ്യം ഭരിക്കുക എന്ന ഉപദേശം ഫലവത്താവില്ല എന്ന് മഹാരാജാവ് തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, താതാ രഘുനന്ദന സത്യ ആത്മനഃ ധർമ്മ അഭിമാനസഹ.
സത്യസ്വരൂപനും അതുപോലെ മനസ്സിൻ്റെ ഉള്ളിൽ ധർമ്മം മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ തവ ബുദ്ധി, നിന്റെ തീരുമാനം, നിന്റെ നിശ്ചയം പിനിവർത്തയിതും ശക്യതേ നഹി, പിന്തിരിപ്പിക്കുവാൻ എനിക്ക് സാധ്യമല്ല, ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവത്ഗീത പറഞ്ഞത്, വ്യവസായാത്മിക ബുദ്ധി രേഖേഖ ഗുരുനന്ദന. അതൊന്നു മാത്രമാണ്, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ബുദ്ധി അതൊന്നു മാത്രമാണ്, ആ നിശ്ചയം, ആ തീരുമാനം. ഏതായാലും ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയാണ്, ഏതായാലും ഇന്ന് യാത്ര പുറപ്പെടണ്ട, സമയം ഇതാ രാത്രിയാകാൻ പോകുന്നു, നാളെ ആയാലോ യാത്ര. പുത്ര തു, അങ്ങനെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ബുദ്ധിയോടുകൂടിയവനായ അല്ലയോ രാമ, അദ്യ ഇതാനി രജനീം, ഇന്നിപ്പോൾ രാത്രിയിൽ, സർവദാ മാ ഗച്ഛ, എങ്ങനെയായാലും നീ പോവണ്ട, മാ ഗച്ഛ. അഹം ഏക ദർശനേന അപി, ഞാൻ ഒരു ദിവസത്തേക്ക് കൂടിയും, ഒരൊറ്റ ദിവസത്തേക്കെങ്കിലും നിന്നെയും കണ്ട് താവത് സാധു ചരാമി, അത്രത്തോളം സുഖമായി കഴിച്ചുകൂടട്ടെ. നാളെ പോയാൽ മതി, അത്രയും നേരമെങ്കിലും നീയുമായിട്ട് എനിക്ക് സുഖമായി ഒരു ദിവസമെങ്കിലും കഴിയാമല്ലോ. അദ്യ ഇമാം ശർവരീം ച, ഇന്ന് ഈ രാത്രി മാത്രം, ത്വം മാം മാതരം സംപശ്യൻ, നീ എന്നെയും അമ്മയെയും നോക്കിക്കൊണ്ട് സർവകാമേഹി തർപ്പിത വസ, നിന്റെ സകല ആഗ്രഹങ്ങളും സാധിച്ച് സകല ലൗകിക സുഖങ്ങളും രാജഭോഗങ്ങളുമെല്ലാം ആസ്വദിച്ച് മനം കുളിർത്ത് ഇവിടെ വസിച്ചു കൊള്ളുക. സ്വകാലെ സാധയിഷ്യതി, നാളെ രാവിലെ തന്നെ നിന്റെ ഉദ്ദേശം, നിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ, കാര്യം നേടാൻ അല്ലെങ്കിൽ വനവാസം ചെയ്യുവാൻ യാത്ര തിരിക്കാം. തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് രാമൻ വനവാസത്തിനായി പോകുന്നത് എന്ന് ദശരഥൻ ഇവിടെ അംഗീകരിക്കുന്നു. അതാണ് 35-ാമത്തെ ശ്ലോകം. പുത്ര രാഘവ, മത്പ്രിയ അർത്ഥം, എനിക്ക് വേണ്ടി മാത്രം, പ്രിയാൻ ത്യക്ത്വ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിച്ച്, വിജനം വനം യാസി, വിജനമായ വനത്തിലേക്ക് നീ പോകുന്നു. യതി, അതിനാൽ, ത്വയാ സർവദാ ദുഷ്കരം ക്രിയതേ, നിന്നാൽ എല്ലാ രീതിയിലും വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് അത് കറക്റ്റ് ചെയ്യാണ്. ശരിക്കും മത് പ്രിയ അർത്ഥം ന, പുത്ര രാഘവ, ഏതത്മേ പ്രിയം ചന, ഈ എൻ്റെ പ്രിയം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നീ വനവാസത്തിനായി പോകുന്നത് എന്ന് ശരിയല്ല. സത്യേന സഭ, ഞാൻ സത്യമായിട്ടും പറയാണ്, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടല്ല നിന്നെ വനവാസത്തിനായി നിയോഗിക്കുന്നത്. ചന്ന അഗ്നികൽപ്പയാ, കനൽക്കട്ടകള് ചാരത്താൽ മൂടിയ മാതിരി, ചന്നയാ ശ്രീയാ, ഉള്ളിൽ ദുഷ്ടവിചാരം കൈക്കൊണ്ട കൈകേയി ദേവിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് തു ചലിതഃ അസ്മി, ഞാനിപ്പോൾ ബന്ധനസ്ഥനായിരിക്കുന്നു, എനിക്ക് ഒന്നും തന്നെ ചെയ്യാനാവുന്നില്ല. അതായത് കൈകേയി ദേവിയുടെ വഞ്ചനയാൽ ഞാൻ ഇരയായിരിക്കുന്നു. സത്യത്തിൽ ഇരയായത് ഞാനല്ല, നീയാണ്, നീ മാത്രമാണ്. യാ വഞ്ചന മേ ലബ്ധ, യാതൊരു വഞ്ചനയാണോ എന്നാൽ പ്രാപിക്കപ്പെട്ടത്, താം തു, അത് തന്നെയാണ്, വൃത്ത സാധിന്യ അനയ കൈകേയ അഭിപ്രചോദിത, വൃത്തസാധിന്യ കുലനാശിനിയായ അനയ കൈകേയ, ഈ കൈകേയാൽ അഭിപ്രചോദിത, ആവശ്യപ്പെട്ടതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ഞാനല്ല, കൈകേയി ദേവിയാണ്. അതിന് ത്വം നിസ്തത്വം ഇച്ഛസി, നിന്നെ അത് പൂർത്തീകരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ ആജ്ഞ നിർവഹിക്കുക എന്നത് ഒരു സ്വാഭാവിക കർമ്മം മാത്രം എന്നാണ് ദശരഥ മഹാരാജാവ് ഇപ്പോൾ പറയുന്നത്. പുത്ര, മമ ജ്യേഷ്ഠസുതഃ
യഹ ത്വം, എൻ്റെ ജ്യേഷ്ഠപുത്രനായ മൂത്തപുത്രനായ യാതൊരുവനാണോ ആ നീ പിതരം അമാനത കഥം കർത്തും ഇച്ഛസി, പിതാവിനെ സത്യസന്ധനാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ചേതത്, അതിനാൽ ഈ പ്രവൃത്തി ആശ്ചര്യതപം ന, അത്ര വലിയ ആശ്ചര്യം, അത്ര വലിയ മിടുക്ക് എന്നൊന്നും പറയാനാവില്ല. അത് സ്വാഭാവികം മാത്രം. നീ ജ്യേഷ്ഠപുത്രനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അംഗീകരിച്ച് ചെയ്യണം. അതൊരു സ്വാഭാവിക കർമ്മം മാത്രം. ഇതെല്ലാം കേട്ട് രാമൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. തഥാ അർത്ഥസ്യ ഭിദുഃ ഭാഷിതം, മേൽപ്രകാരം ആർത്തനായ ദുഃഖിതനായ പിതാവിൻ്റെ സംസാരത്തെ അല്ലെങ്കിൽ വാക്കുകളെ പ്രാതാ ലക്ഷ്മണേന സഹശ്രുത്വ, നേരെ അടുത്ത് തന്നെ ലക്ഷ്മണൻ ഇരിപ്പുണ്ട്, ആ ലക്ഷ്മണൻ കൂടി കേട്ടുകൊണ്ട് ദീനക രാമ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാമനും സങ്കടമൊക്കെ ആയി. അങ്ങനെ ദീനനായ രാമൻ അഥ വചനം അബ്രവീത്, പിന്നീട് ഇപ്രകാരം പറഞ്ഞു. 34-ാം ശ്ലോകത്തിൽ ദശരഥ മഹാരാജാവ് പറഞ്ഞായിരുന്നു, സർവകാമൈഹി തർപ്പിതഃ, നിന്റെ എല്ലാ കാമങ്ങളും എല്ലാ ലൗകിക സുഖങ്ങളും രാജഭോഗങ്ങളും എല്ലാം ആസ്വദിച്ച് മനം കുളിർപ്പിച്ചിട്ട് നാളെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അതിന് രാമന്റെ മറുപടിയാണ് ഈ 40-ാമത്തെ ശ്ലോകത്തിൽ. ഞാൻ ഗുണാൻ, യാതൊരു ഗുണങ്ങളെയാണ് അദ്യ പ്രാപ്സ്യാമി, ഇപ്പോൾ ഞാൻ പ്രാപിക്കാൻ പോകുന്നത്. അതായത് ഇന്നിപ്പം ദശരഥ മഹാരാജാവിൻ്റെ കൂട്ടത്തിൽ താമസിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. താൻ അവ സ്വമേഘ പ്രസാദിതി, നാളെ മേഘ എനിക്ക് ആരാണ് പ്രദാസ്ഥിതി നൽകുക. അതഹ, അതിനാൽ സർവകാമ, എല്ലാ കാമങ്ങളും അഹം അപക്രമണം ഏവ പ്രണേ, അതിനാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നേടുന്നതിലേക്കായി ഞാൻ ഇന്ന് തന്നെ വനവാസത്തിനു പോകുവാൻ അനുമതി നൽകിയാലും അഹം അപക്രമണം ഏവ വൃണേ, ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ അപേക്ഷിക്കുന്നു. രാമൻ തൻ്റെ നയം വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു കാമം മാത്രമേ ഉള്ളൂ, അത് വനവാസമാകുന്നു. ആ സർവകാമങ്ങളും അങ്ങ് എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്ന ആ സർവകാമങ്ങളും എല്ലാം ഭരതനായി നൽകുക. ധനധാന്യ സമാകുല സരാഷ്ട്ര സജന, ധനധാന്യ സമാകുല സരാഷ്ട്ര സജന, ധനധാന്യങ്ങളാൽ സമൃദ്ധമായ ഈ ദേശങ്ങളും ജനങ്ങളും മയാ വിസൃഷ്ട, എന്നാൽ നിർബന്ധപൂർവം മനപൂർവം ഉപേക്ഷിക്കപ്പെട്ട ഈ വസുധ, ഈ ഭൂമി, ഈ രാജ്യം ഭരതായ പ്രതീയത, ഭരതനായി നൽകിയാലും. അദ്യ വനവാസകൃത മേ ബുദ്ധി ചലിഷ്യതി ചന, ഇന്ന് തന്നെ വനവാസം ചെയ്യണമെന്ന എൻ്റെ തീരുമാനത്തിന്, അതാണല്ലോ കൈകേയി ദേവിക്ക് മുമ്പ് കൊടുത്തത്, അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകുവാൻ പോകുന്നില്ല. ചലിഷ്യതി ചന, എൻ്റെ തീരുമാനം അവസാനം തന്നെയാണ്. ഇതേ ഉറപ്പ് തന്നെയാണ് നേരത്തെ കൈകേയി ദേവിക്ക് ദശരഥ മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ രാമൻ നൽകിയത്. ആ ഉറപ്പ് പ്രകാരം രാമൻ്റെ ഈ സന്ദർശനം തന്നെ ശരിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൗസല്യയുടെയും സീതയുടെയും അനുവാദം വാങ്ങിയാൽ ഉടൻ തന്നെ താൻ വനത്തിലേക്ക് പൊയ്ക്കൊള്ളാം എന്നാണ് നേരത്തെ നൽകിയ ഉറപ്പ്. അതുകൊണ്ടായിരിക്കാം അധ്യാത്മരാമായണത്തിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്താതിരുന്നത്. ഏതായാലും അങ്ങെപ്പോഴും സത്യപ്രതിജ്ഞനായി തന്നെ വാഴുക. ഭരതഃ പാർത്ഥിവ, എന്ത് ചോദിച്ചാലും നൽകുന്ന രാജാവ്. അങ്ങനെയാണല്ലോ കൈകേയി ദേവി ദശരഥ മഹാരാജാവിനെ ട്രാപ്പ് ചെയ്തത്. ഞാൻ എന്ത് ചോദിച്ചാലും തരണം എന്നാണ് ആ കോപഗൃഹത്തിൽ വെച്ച് കൈകേയി ദേവി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത്. പാർത്ഥിവ, അല്ലയോ രാജാവേ, തുഷ്ടേന ത്വയാ, വളരെ സന്തോഷത്തോടു കൂടി അങ്ങ് കൈകേയി ദത്തഃ വരഹ യഹ, കൈകേയി ദേവിക്ക്
നൽകപ്പെട്ട വരങ്ങൾ അത് ഏതൊക്കെയാണോ നിഖിലേന യവദീയത, അത് കംപ്ലീറ്റ് ആയിട്ട് രണ്ടുപേരല്ലേ ചോദിച്ചേ, ആ രണ്ടുപേരും മുഴുവനായിട്ടും നൽകിയാലും ത്വം സത്യഭവ, അങ്ങ് സത്യപ്രതിജ്ഞനായി തന്നെ ഭവിക്കുക. അങ്ങനെ സത്യപ്രതിജ്ഞനാകുമ്പോൾ രാമന്റെ റോൾ എന്തുവാ? അത് ഞാൻ ചെയ്തു കൊള്ളാം, ഞാൻ വനവാസം ചെയ്തു കൊള്ളാം. അഹം ഭവതഃ നിദേശം, ഞാൻ അങ്ങയുടെ ഉത്തരവ് പ്രകാരം യഥോക്തം അനുപാലയൻ, എങ്ങനെയാണോ പറഞ്ഞത് അപ്രകാരം തന്നെ ചെയ്തുകൊണ്ട് ചതുർദശ സമാവനേ വനചരൈഹി സഹ വത്സ്യേ, വനവാസികളോടൊപ്പം ഞാൻ ജീവിച്ചു കൊള്ളാം. രഘുനന്ദന, അല്ലയോ രഘുവംശത്തിൽ പിറന്ന ദശരഥ മഹാരാജാവേ, വിമർശക മാ, ഇക്കാര്യത്തിൽ യാതൊരു വിചാരവും വേണ്ട. മേ ആത്മനി തവ നിദേശം, എൻ്റെ മനസ്സിനുള്ള അങ്ങയുടെ ഉത്തരവിനെ യഥാ പ്രിയം സുഖം വാ കർത്തും ഏവ, എപ്രകാരം പ്രിയമായി ചെയ്യാമോ അപ്രകാരം തന്നെ നന്നായി ചെയ്യാൻ തന്നെയാണ് രാജ്യം വൈ കാംക്ഷിതം നഹി, ഈ രാജ്യം പോലും ഞാൻ കാംക്ഷിക്കാത്തത്, ആഗ്രഹിക്കാത്തത്. വസുമതി ഭരതായ പ്രതീയതാം, അതുകൊണ്ട് രാജ്യത്തെ ഭരതനായി നൽകിയാലും. അങ്ങ് സമുദ്രത്തെ പോലെയാണ്. തേ ദുഃഖം അപഗച്ഛതു, അങ്ങയുടെ ഈ ദുഃഖമെല്ലാം നീങ്ങുമാറാകട്ടെ. ബാഷ്പ പരിപ്ലുത മാഭൂ, ഇനിയും കണ്ണുനീർ വാർത്ത് ഇരിക്കാതിരിക്കൂ. സരിതാംപതിഹി സമുദ്ര ശുഭ്യദീന, സരിതാംപതിഹി നദികളുടെ എല്ലാം പതിയായ സമുദ്രം ഒരിക്കലും ശോഭിക്കുന്നില്ല, കുലുങ്ങാറില്ല. ദുർധർഷഹി, അങ്ങനെ ആർക്കും തന്നെ ആ സമുദ്രത്തെ കുലുക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ദശരഥ മഹാരാജാവിനെ ആർക്കും തന്നെ കുലുക്കാനാവില്ല. പരമമായ ശാന്തി നേടിയവനാണ് രാമൻ. അഹം രാജ്യം ഇച്ഛാമിന, ഞാൻ ഈ രാജ്യത്തെ ആഗ്രഹിക്കുന്നില്ല, രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. സുഖം ഏവന, ഈ ലൗകിക സുഖങ്ങളോ രാജഭോഗങ്ങളോ ഒന്നും ആസ്വദിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. മൈഥിലീം ജന, ഈവൻ സീതാദേവിയിൽ പോലും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ചിലർ പറയുന്നത് മൈഥിലി എന്ന് മാറ്റിവെച്ച് മേദിനിയും എന്നാക്കിയിട്ടുണ്ട്. ഭൂമിയിലും എനിക്ക് താല്പര്യമില്ല. കാമാൻ ഇമാൻ സർവാൻ ഏവ ന, എന്നോട് താല്പര്യമുള്ള ഈ ജനങ്ങളിലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സ്വർഗം ന, സ്വർഗത്തിലും താല്പര്യമില്ല. ജീവിതം ഏവന, പിന്നെ എന്തിനാ താല്പര്യം? പിതാവിൻ്റെ ആജ്ഞ നിർവഹിക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെ ആജ്ഞ ഇരിക്കുന്നിടത്തോളം കാലം ഇവയ്ക്കൊന്നും രാജ്യത്തിനോ സുഖത്തിനോ ഇവൻ ഭാര്യയിലോ അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെട്ട ജനങ്ങളിലോ ഒന്നും തന്നെ എനിക്ക് യാതൊരു താല്പര്യവുമില്ല, ജീവിക്കാൻ പോലും താല്പര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞൻ തന്നെ. വിഹായ കാമാൻ യഹ സർവാൻ ഭൂമാംസരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സ ശാന്തിമധിഗച്ഛതി. ആ സാങ്കേയോഗത്തിലെ അവസാനത്തെ ശ്ലോകങ്ങളിലൊന്നാണ്. പിതാവിനെ സത്യസന്ധനായി കാണണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹം പറയാണ്, പുരുഷ ഋഷഭ ത്വം അഹം സത്യം ച ഇച്ഛാമി, ഞാൻ അങ്ങയെ സത്യസന്ധനായി കാണുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അനൃതം ന, മറിച്ചൊന്നും അങ്ങ് വിചാരിക്കുകയേ വേണ്ട. തവ പ്രത്യക്ഷം, അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെ സത്യേന സുഹൃതേന തേശപേ, സത്യത്താലും ഞാൻ ചെയ്തിട്ടുള്ള പുണ്യങ്ങളാലും എല്ലാം ഞാൻ അങ്ങയോട് ശപഥം ചെയ്യുന്നു. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അങ്ങയെ സത്യപ്രതിജ്ഞനായി കാണുക. എത്ര നല്ല പുത്രൻ അല്ലേ. എന്നിട്ട് രാമൻ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്, എൻ്റെ തീരുമാനം അവസാനം തന്നെ. ദാറ്റ് ഈസ് മൈ ഫൈനൽ ഡിസിഷൻ. പ്രഭു ദാദാ,
ക്ഷണം അഭിമയാസാദം ശക്യന്ന. ഇനി ഒരു ദിവസം താമസിച്ചിട്ട് നാളെ രാവിലെ പോയാൽ മതി എന്നല്ലേ നേരത്തെ പറഞ്ഞേ. ഒരു ക്ഷണ നേരത്തേക്ക് പോലും, ഒരു മുഹൂർത്ത നേരത്തേക്ക് പോലും ഞാനിവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, ഞാനിവിടെ ഇരിക്കില്ല, അത് സാധ്യമല്ല. ഏനം ശോകം ധാരയസ്വ ചന. അതുകൊണ്ട് വെറുതെ ഇതിൻ്റെ പേരിൽ അങ്ങ് ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ശോകത്തെ ഇനിയെങ്കിലും അങ്ങ് അവസാനിപ്പിക്കുക. മേ വിപര്യ അസ്തി ന ഹി. എൻ്റെ തീരുമാനത്തിന്, ഇത് എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ തീരുമാനത്തിന് യാതൊരു വ്യത്യാസവും, വിപര്യ യാതൊരു വ്യത്യാസവും ഇനി ഉണ്ടാകുവാൻ പോകുന്നില്ല തന്നെ. ഹി വാക്കാണ്. അദ്ദേഹം പറഞ്ഞു കൈകേയ. ആ കൈകേയി ദേവിയാൽ, കൈകേയി മാതാവിനാൽ രാഘവ വനം ഗച്ഛ. രാഘവ നീ വനത്തിലേക്ക് പോയാലും. യതി അസ്മി അർത്ഥിതഃ. ഇപ്രകാരമാണ് എന്നാൽ ആജ്ഞാപിക്കപ്പെട്ടത്. ആര്? കൈകേയി ദേവി. മയാച എന്നാലും പ്രജാമി ഞാൻ പൊയ്ക്കോളാം. ഇതി ഉക്തം. ഇപ്രകാരം ഞാനും പറഞ്ഞിട്ട്. എന്നാണ് ഞാൻ പറഞ്ഞത്? നീ വനത്തിലേക്ക് പോകുന്നു പറഞ്ഞപ്പോൾ ഓ ഞാൻ പൊയ്ക്കോളാം എന്നാണ് പറഞ്ഞത്. ഈ അതിനാൽ തത്സത്യം അനുപാലയേ. ആ സത്യം, ആ പ്രതിജ്ഞ ഞാൻ പാലിക്കും. അതുകൊണ്ട് അല്ലയോ ദശരഥ മഹാരാജാവേ, ഉത്കണ്ഠയൊന്നും വേണ്ട ദേവാ. ഉത്കണ്ഠാം ച കൃതാമാ. ഉത്കണ്ഠയൊന്നും, വലിയ ആങ്ഷ്യസ്നസ് ഒന്നും വേണ്ട, അത് പ്രാപിക്കാതിരിക്കുക. പയം പ്രശാന്ത കരുണാകീർണേ. ഞങ്ങൾ 3 പേരും കൂടി പ്രശാന്തമായ മാനികൾ നിറഞ്ഞ നാനാ ശകുന നാദിതേ, ബഹുവിധ പക്ഷികളുടെ ശബ്ദം നിറഞ്ഞ വനത്തിൽ രസ്യാമഹേ, ഞങ്ങൾ സുഖമായി അവിടെ ജീവിച്ചോളാം. അതുകൊണ്ട് ഞങ്ങളെപ്പറ്റി ഓർത്ത് അങ്ങ് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നിട്ട് രാമൻ പറയാണ്, പിതാവാണ് പ്രത്യക്ഷ ദൈവം. താതാ ദേവതാനാമപി പിതാഹി ദൈവതം സ്മൃതം. എല്ലാ ദൈവങ്ങളിലും വെച്ച് പിതാവ് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദൈവം എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തസ്മാത് ദൈവതം ഇതി ഏവ പിതുഹു വച കരിഷ്യാമി. പ്രത്യക്ഷ ദൈവം എന്ന കാരണത്താൽ, കണ്ണിൽ കാണാവുന്ന ദൈവം എന്ന ഒറ്റ കാരണത്താൽ പിതാവിൻ്റെ ആജ്ഞ ഞാൻ നിർവഹിക്കും. അതുകൊണ്ട് രാമൻ ചോദിക്കുകയാണ്, എന്തിനാ വെറുതെ സങ്കടപ്പെടുന്നത്? നരസത്തമാ ചതുർദശസു വർഷേഷു ഗതേഷു. കൃത്യം 14 വർഷം കഴിയുമ്പോൾ പുനഃ വീണ്ടും മാം പ്രാപ്തം ദൃശ്യസി, ഞാനിവിടെ വന്നതായി, തിരികെ വന്നതായി കാണാം. അയം സന്താപഃ വിമുച്യതാം. ഈ സന്താപം, ഈ ദുഃഖം, അത് തീർച്ചയായും വെടിഞ്ഞാലും. ഒരു കാര്യം മനസ്സിലാക്കണം. രാമൻ പറയുന്നു, ദശരഥ മഹാരാജാവേ, മറ്റുള്ളവരെ സമാധാനിപ്പിക്കേണ്ട ആളാണങ്ങ്. ഈ പുരുഷ ശാർദൂല ബാഷ്പകളഹ അയം ജനഹ സർവ. ഈ കണ്ണുനീർ വാർത്തുകൊണ്ട് ഗദ്ഗതകണ്ഠനായി ഈ ജനങ്ങളെ മുഴുവനും ഏന സംസ്തംഭനീയ, യാതൊരുവനാലാണോ സമാധാനിപ്പിക്കേണ്ടത്, സത്വം അങ്ങനെയുള്ള അപ്രകാരമുള്ള അങ്ങ് കിമർത്ഥം വിക്രിയാം ഗത, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വ്യാകുലപ്പെട്ട് ദുഃഖിച്ച് ഇരിക്കുന്നത്? പിതാവിൻ്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ. സശൈലഷണ്ടാം സപുരാം സകാനനാം ശിവാം സുസീമാം മയാ വിസൃഷ്ടാം ഇമാം മഹീം ഭരതഃ അനുശാസ്തു. സ ശൈലഷണ്ടാം, അനേകം പർവ്വതങ്ങളോടുകൂടിയ, സപുരാം പട്ടണങ്ങളോടുകൂടി, സകാനനാം കാടുകളോടുകൂടി, വനങ്ങളോടുകൂടി, ശിവാം മംഗളകരമായ, അതായത് സകല സമ്പൽ സമൃദ്ധിയുള്ള,
സുസീമാം, നല്ല അതിരുകളുള്ള, മയാവിസൃഷ്ടാം, എന്നാൽ മനഃപൂർവം ഉപേക്ഷിക്കപ്പെട്ട, ഇമാം മഹീം, ഈ ഭൂമിയെ, ഭരതഃ അനുശാസ്തു, ഭരതൻ ഭരിക്കട്ടെ, ഈ ഭൂമിയെ ഭരതൻ ഭരിക്കട്ടെ. നൃപതേ, അല്ലയോ രാജാവേ, ത്വയാ യത് യുക്തം, അങ്ങാൽ എന്താണോ പറയപ്പെട്ടിരിക്കുന്നത്, തത് തഥാ കേവലം വസ്തു, അത് പൂർണ്ണമായും യാതൊരു കുറവും കൂടാതെ തന്നെ നടക്കട്ടെ. മയാ വിസൃഷ്ട മഹീ കേവലാച, എന്നാൽ മനഃപൂർവം ഉപേക്ഷിക്കപ്പെട്ടതും ഈ ഭൂമി മുഴുവനും, പിന്നെ പുരം ച രാഷ്ട്രം ച, നഗരങ്ങളും അതുപോലെ തന്നെ ദേശങ്ങളും, ഭാരതായ ദീയത, ഇത് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. അഹം ഭവതഃ നിദേശം അനുപാലയൻ, ഞാന് അങ്ങെന്താണോ പറഞ്ഞത് ആ ഉത്തരവ് പാലിക്കുന്നവനായി വനത്തെ വളരെ കാലം സേവിക്കുവാൻ പോകുകയാണ്. അനഘ പാർത്ഥിവ, മേ മനഃ, എൻ്റെ മനസ്സ്, തവ നിദേശേ, അങ്ങയുടെ ഉത്തരവിനാൽ, യഥാതഥാ ദീയതേ, എപ്രകാരമാണോ അപ്രകാരം തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ശിഷ്ടസമ്മതേ, അത് ജ്ഞാനികളാൽ, വിവേകികളാൽ അംഗീകരിക്കപ്പെട്ടതാണ്. മഖസ്തു കാമേഷു ന, വിശിഷ്ടമായ സുഖഭോഗങ്ങളിലൊന്നും എനിക്ക് താല്പര്യം ഇല്ല. മത്കൃതേ തവ ദുഃഖം വ്യപൈതു, എനിക്ക് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ ദുഃഖമുണ്ടല്ലോ, അതില്ലാതെ ആകട്ടെ, അത് നീങ്ങുമാറാകട്ടെ. പിതാവിൻ്റെ തീരുമാനം തന്നെ ഫൈനൽ, ഇനി അതിന് വ്യത്യാസമൊന്നും വരുത്തേണ്ട കാര്യമില്ല. അനഘ, കളങ്കമില്ലാത്തവനെ, ആദ്യ ത്വാം അനൃതേന യോജയൻ, ഇപ്പോൾ അങ്ങയെ പ്രതിജ്ഞാഭംഗം ചെയ്യിച്ചുകൊണ്ട്, പ്രതിജ്ഞയെ തെറ്റിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഞാൻ ഭരിക്കുകയില്ല. തത് രാജ്യം ഏവ പ്രണീയ ന, അതുപോലെ തന്നെ സർവകാമാൻ ന, എല്ലാ കാമങ്ങളെയും ഞാൻ ഭരിക്കുകയില്ല. പിന്നെ കൂടാതെയോ, അവ്യയം സുഖം ന, ഒരിക്കലും നശിക്കാത്ത സുഖത്തെയും, അതെന്തുവാ, മോക്ഷത്തെയും ഞാൻ ആഗ്രഹിക്കില്ല. തീർന്നില്ല, മൈഥിലീം ന, എൻ്റെ ഭാര്യയെ പോലും ഞാൻ ആഗ്രഹിക്കില്ല, കൂടാതെ ജീവിതത്തെയും. തേ വ്രതം തഥാ സത്യമസ്തു, അങ്ങയുടെ പ്രതിജ്ഞ എപ്രകാരമാണോ അത് സത്യമായി തന്നെ ഭവിക്കും. സോ ഐ ആം ഹാപ്പി, സോ യു ബി ആൾസോ ഹാപ്പി. വിചിത്ര പാദപം വനം പ്രവിശ്യ, വിചിത്രമായ വൃക്ഷങ്ങളോടുകൂടിയ വനത്തിൽ പ്രവേശിച്ച്, ഫലമൂലാനിച ഭക്ഷയൻ, വനേ ഗിരീൻ സരിതഃ സരാംസിജ പശ്യൻ, വനത്തിലെ പർവ്വതങ്ങളെയും അതുപോലെ നദികളെയും സമുദ്രങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട്, സുഖിയേവ ഭവിഷ്യാമി, തവ നിർവൃതി അസ്തു, അങ്ങേക്ക് നിർവൃതി അല്ലെങ്കിൽ ശാന്തി ഉണ്ടാകട്ടെ. അങ്ങനെ വനവാസത്തിനായി അനുവാദം നൽകിക്കഴിഞ്ഞു. ഏവഞ്ച, ഇപ്രകാരം എല്ലാം പറഞ്ഞിട്ടും രാജാ വ്യസന അഭിപന്നഃ ശോകേന പീഠ്യമാനഃ ദുഃഖേന ച പുത്രം ആലിംഗ്യ, രാജാവ് വിരഹദുഃഖം അനുഭവിക്കുന്നവനായി, ദുഃഖത്താൽ പീഡിതനായി, വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി പുത്രനെ ആലിംഗനം ചെയ്തു. എന്നിട്ടോ സുവിനഷ്ട സജ്ഞഃ മോഹം ഗതഃ, ബോധം നഷ്ടപ്പെട്ട് മൂർച്ഛിച്ച് വീണു. എന്നിട്ടോ കിഞ്ചിത് ഏവ ചിചേഷ്ട ന, ഒന്ന് നോക്കിക്കേ, രാജാവിന് ആ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിനുപരിയായിട്ട് അനക്കമേയില്ല. തതഹ, അപ്പോൾ നരദേവ പത്നിയും താം വർജയിത്വ, നമ്മുടെ കൈകേയി ദേവി അവിടെ ഇരിപ്പുണ്ടേ, അവരൊഴിച്ച് ബാക്കി എല്ലാവരും സമേത ദേവ്യഃ,
അവിടെ വന്നുകൂടിയിട്ടുള്ള എല്ലാ ദേവിമാരും ഭാര്യമാരും അവരുടെ ദാസികളും അവരെല്ലാവരും സം രുരുദുഹു മുറവിളി കൂട്ടി ഉറക്കെ കരഞ്ഞു എല്ലാവരും. എന്നിട്ട് സുമന്ത്രാഭിരുദൻ, ആ സുമന്ത്രർ പോലും സ്ഥിതപ്രജ്ഞനായ വളരെ പ്രധാനപ്പെട്ട മന്ത്രിയായ സുമന്ത്രർ പോലും കരഞ്ഞു. എന്നിട്ട് അദ്ദേഹവും മൂർച്ഛാം ജഗാമ, അദ്ദേഹവും മയങ്ങിയിരുന്നു പോയി. തത്ര സർവം, അവിടെയുള്ളവരെല്ലാവരും ഹാഹാകൃതം ബഭൂവ, അയ്യോ അയ്യോ എന്ന നിലവിളി മാത്രം മുഴങ്ങി കേട്ടു. ബോധം തിരികെ കിട്ടിയ സുമന്ത്രർ കുപിതനാകുന്നു. നമുക്കും സ്വല്പം ദേഷ്യം വരും ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ. അദ്ദേഹം കൈകേയി ദേവിയെ അതിശക്തമായി തന്നെ നിന്ദിക്കുന്നു. ശേഷം 178 ഭാഗത്ത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.